ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്നിവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയ ശേഷമാണ് മുട്ടക്കറി ഉണ്ടാക്കാറ്. ഞാനിന്നിവിടെ ഓംലേറ്റ് ഉണ്ടാക്കിയ ശേഷമാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് ആവശ്യം എന്നൊക്കെ കാണാം. അപ്പോൾ ഞാനിവിടെ ഇതിന് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി, പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളക്, ഗരം മസാല, കാഷ്നട്ട്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, പിന്നെ കടുക് 2 ടീസ്പൂണ്, പിന്നെ 6 കോഴിമുട്ട. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ട് തീ കത്തിച്ചു. ചട്ടി ചൂടായ ശേഷം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൊടിച്ചതാണ്. ഗരം മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ എടുത്തത് ഒരു പട്ട, 4 കറാമ്പൂവ്, 2 ഏലക്ക, പിന്നെ 1 സ്പൂൺ വലിയ ജീരകമാണ്. എല്ലാം കൂടി പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ ഞാൻ അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 സവാളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല വഴഞ്ഞു വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ നല്ലോണം ബ്രൗൺ കളറൊന്നും ആവേണ്ടതില്ല, ഇത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട, അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് മുളക് പൊടിയാണ്. ഇനി ഇതിലോട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും മസാലപ്പൊടികളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ ഇതിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറി ചപ്പാത്തിൻ്റെയും പൊറാട്ടയുടെയും പത്തിരി, വെള്ളപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് ഉടയുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തായിട്ട് കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്നട്ട് ഇഷ്ടമല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട, അതിന് പകരം ഒരു 4 സ്പൂണ് നാളികേരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എല്ലാം ഒക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൂട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്.
ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാന് സ്റ്റവിൽ വെച്ച് തീ കത്തിച്ച ശേഷം പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കോഴിമുട്ട ഒരു പുറം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം വേവണമെന്നില്ല. അടിഭാഗം വെന്ത ശേഷം നമുക്കിതിനെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ അവിടെ ഓംലേറ്റ് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ 2 സൈഡും നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിന് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി മൂപ്പാവുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രേവി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഗ്രേവി തിളച്ച് വരുമ്പോഴേക്കും അതിലിട്ട് കൊടുക്കാനുള്ള ഓംലേറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓംലേറ്റ് നമുക്കിതിൻ്റെ നടുഭാഗം അങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓംലേറ്റ് പീസ് നല്ലൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഏത് ഷേപ്പിലും വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് ഓംലേറ്റ് പീസ് ഇട്ട് കൊടുക്കാം. ഓംലേറ്റ് പീസ് ഇട്ട ശേഷം നമുക്കിതൊരു 3-4 മിനിറ്റ് നല്ലോണം തീ കത്തിച്ച് വേവിക്കണം. അത് നമ്മൾ നേരത്തെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എരിവിനൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗ്രേവിയിലുള്ള മസാലയും എരിവും ഒക്കെ ഈ ഓംലേറ്റിലേക്കും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലോണം വറ്റി നല്ല ഒരു രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.